ഇന്ന് നമ്മുടെ വെക്കേഷൻ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റമാണ് നമുക്ക് ഭാഗ്യലക്ഷ്മി ഡോക്ടർ തരുന്ന ക്ലാസ്. ഡോക്ടറുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ 45 വർഷത്തിലേറെയായി മറ്റുള്ളവരുടെ ഹോസ്പിറ്റലിലും അതല്ലാതെ സ്വന്തമായിട്ട് നടത്തുന്ന ഹോസ്പിറ്റല് സഞ്ജീവനി ഹോസ്പിറ്റൽ ചങ്ങനാശ്ശേരി. ഹസ്ബൻഡ് പീഡിയാട്രീഷ്യനാണ്. മാമും മകന്റെ ഭാര്യയും അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ആണ്. മകൻ ഡോക്ടറാണ്, മകള് ഡോക്ടറാണ്. അങ്ങനെ ഒരു ഡോക്ടർ ഫാമിലിയിലാണ് ഇന്നത്തെ ക്ലാസ്. പിന്നെ ഒരു കാര്യം പറയാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ചേട്ടത്തിയമ്മയാണ്, എൻ്റെ ബ്രദറിന്റെ വൈഫാണ്. അപ്പോ ഇന്ന് ഞാന് ഡോക്ടർ ഭാഗ്യലക്ഷ്മിയെ ഇവിടെ കൊണ്ടുവന്നതിന് ഒരു കാരണമുണ്ട്. പലപ്പോഴും നമ്മള് ഒരു പ്രസവമെന്ന് വിചാരിക്കുമ്പോൾ അത് ജീവിതത്തിൽ എങ്ങനെയൊക്കെയോ സംഭവിച്ചു പോകുന്ന ഒരു കാര്യമായിട്ടാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിലോട്ട് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ എന്റെ പുറകിലിരിക്കുന്നയാളുടെ കണ്ണിലോട്ടൊന്ന് നോക്കിക്കേ. ഇതുപോലൊരു പൊന്നോമനെ ഇവിടോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത്, എല്ലാരും പറയും പ്രസവ വേദനയൊക്കെ ഈസിയാണെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. അതെന്താണെന്ന് നമുക്ക് ആർക്കും പറയാൻ അറിയില്ല. പക്ഷേ 45 വർഷമായിട്ട് ഓരോ ദിവസവും എത്രയേറെ കുഞ്ഞുങ്ങളെ ഇവിടോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അതെന്താണെന്ന് ഡോക്ടർ തന്നെ നിങ്ങളോട് പറയും. എന്താണ് ഒരു മനുഷ്യന് ഈ ഭൂമിയിലുള്ള ദൗത്യം? ഒരമ്മയും അച്ഛനും എത്ര ശ്രദ്ധയോടെ വേണം ഒരു കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അമ്മയും അച്ഛനും മാത്രമല്ല, അച്ഛന്റെയും അമ്മയുടെയും ബന്ധുക്കളും ഇവരോടൊക്കെ, ഗർഭിണികളോടൊക്കെ എങ്ങനെ സംസാരിക്കണം, വേദനിപ്പിക്കാൻ പാടുണ്ടോ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ഒരു ഗർഭിണി വേദനിക്കുമ്പോൾ അവരങ്ങ് വേദനിച്ചു പോകുന്നേ നമ്മൾ വിചാരിക്കുള്ളൂ. പക്ഷെ ഉള്ളിലിരിക്കുന്ന ആ കുഞ്ഞിന്റെ മരണം വരെയാണ് ആ കുഞ്ഞ് വേദനിക്കുന്നതെന്ന യാഥാർത്ഥ്യം പറയാൻ ഡോക്ടർക്കല്ലാതെ എനിക്കറിയില്ല. കാരണം ഒരുപാട് പ്രസവം കണ്ടതാണ്, ഒരുപാട് പേരെ പ്രഗ്നന്റ് ആവാനുള്ള ചികിത്സാ രീതികൾ ചെയ്ത് ഒരുപാട് കുഞ്ഞുങ്ങളെ എടുത്തതാണ്. എത്ര പ്രസവം എടുത്തിട്ടുണ്ടാവും ഏകദേശം? ഞാൻ എണ്ണീട്ടില്ല, എങ്കിലും അനവധി എന്ന് പറയാം. അനവധി. അപ്പൊ നമുക്ക് നമ്മുടെ ലെറ്റ്യൂഡിന്റെ മക്കളുടെ പേരിൽ നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, നമ്മുടെ സൂം മീറ്റിംഗിലേക്ക്. ഇനിയുള്ളത് ഡോക്ടർ സംസാരിക്കട്ടെ. എനിക്ക് ഓഡിയൻസിനെ കാണാൻ പറ്റുമോ? എല്ലാരും വീഡിയോ ഓൺ ചെയ്യും. തുടങ്ങിക്കോട്ടെ. ഞാന് ഭാഗ്യലക്ഷ്മി. എല്ലാവർക്കും നമസ്കാരം. അവിടെ ഇരിക്കുന്ന സർവർക്കും, അമ്മമാർക്കും അച്ഛന്മാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും നമസ്കാരം. ആദ്യം ഞാൻ എൻ്റെ അമ്മയെ ഒന്ന് വന്ദിക്കട്ടെ. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ. ഇവരെ 3 പേരെ വന്ദിച്ചിട്ട് വേണം ഈ ക്ലാസ്സിൽ മുന്നോട്ട് പോകാൻ. എന്താന്ന് വെച്ചാല്, ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ദൈവം ആരാണ്? എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, അവനവന്റെ അമ്മയാണ്. ഈ അമ്മ എന്തുമാത്രം കഷ്ടത്തിൽ കൂടിയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതെന്നുള്ളത് അതിൽ കൂടി പോയവർക്ക് മാത്രമേ മനസ്സിലാകുള്ളൂ. ഞാനൊരമ്മയാണ്. ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് 40-45 വർഷം വർക്ക് ചെയ്യുന്നു. അപ്പം എൻ്റെ പേഷ്യൻസ് ഞാൻ അവരെ വിളിക്കാറില്ല. എൻ്റെ അടുത്ത് വരുന്ന എൻ്റെ മക്കളായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഈ ഓരോ പെൺകുട്ടിയും, ഓരോ മകളും അനുഭവിക്കുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സന്തോഷവും ഇതെല്ലാം കണ്ടാണ് ഞാൻ ഇത്രയും കാലം മുന്നോട്ട്. അതാണ് എൻ്റെ പ്രചോദനം, അതാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രെസ് ഉണ്ട്. ഒരു സ്ത്രീ ഗർഭിണിയായിട്ട് പ്രസവത്തിന് വന്നു കഴിഞ്ഞാൽ അവരെ നോർമലായിട്ട് പ്രസവിപ്പിച്ച ഒരു കുഞ്ഞിനെ, ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ കൈ കൊടുക്കുന്നവരെ
അത് വലിയ ഒരു ഉത്തരവാദിത്വമാണ്. അത് ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എന്നും ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ട് ആണ് ഈ തൊഴിലിലേക്ക് ഇറങ്ങുന്നത്. എന്നും ഭഗവാനോട് രാവിലെ പ്രാർത്ഥിച്ച് വേറൊന്നും ഒരു ബുദ്ധിമുട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവരുതേ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ തൊഴിലിലോട്ട് ഇറങ്ങിച്ചെല്ലുന്നത്. പിന്നെ ഈ ഗർഭസ്ഥ അവസ്ഥ ഒരു സ്ത്രീ സിമ്പിളായിട്ട് കടന്നു പോകുന്നതല്ല. ഓരോ സ്ത്രീയും മാക്സിമം കഷ്ടപ്പാടിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഗർഭസ്ഥ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്നായിട്ട് തരംതിരിക്കാം. അതായത് ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ. അതായത് മൂന്ന് മാസം വെച്ച് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്താൽ ഈ മൂന്ന് കാലഘട്ടവും ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ച് തന്നെയാണ് പോകുന്നതും ഭയങ്കര റിസ്ക്കും ഉണ്ട്. ഈ അതിന്റെ കൂട്ടത്തിൽ ഇപ്പം എന്തെങ്കിലും മെഡിക്കൽ ഇൽനെസ് അതിന്റെ കൂട്ടത്തിൽ വരികയാണെങ്കിൽ, ഇന്നാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ പ്രഷറും ഷുഗറും എല്ലാം കാണുന്നുണ്ട്. ഗർഭസ്ഥാവസ്ഥയില് പ്രഗ്നൻസിയുടെ കൂട്ടത്തിൽ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരു ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞിനെ കയ്യിലോട്ട് ദൈവം തരുന്നതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കളെ നിങ്ങളുടെ അമ്മമാര് അനുഭവിച്ച് നിങ്ങളെ ജന്മം തന്ന ഈ ഭൂമിയിലേക്ക് നിങ്ങൾക്ക് ജന്മം തന്ന ഈ ഭൂമിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നത് ഒരുപാട് യാതനകളും കഷ്ടതകളും കൂടി ആണ്. അതുകൊണ്ട് ആദ്യം അമ്മയെ വണങ്ങണം. അമ്മയെ വണങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ കാണുന്ന ദൈവമാണ് അമ്മ. അമ്മയാണ് നമ്മുടെ ആദ്യത്തെ ഗുരു, അമ്മയാണ് നമ്മുടെ ആദ്യത്തെ എല്ലാം. ആ ഒരു ചിന്ത എപ്പോഴും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വേണം. പിന്നെ പല പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഇപ്പം ഏറ്റവും വലിയ ദുഃഖം എന്താന്ന് പറഞ്ഞാൽ അനപത്യതയാണ്. അതായത് കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇന്നത്തെ കാലത്ത് ഒരുപാട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഒന്നാമത് എല്ലാവരും ജോലി തിരക്കിലാണ്. മിക്ക അമ്മമാരും ഇപ്പൊ ഓരോ ജോലിയും റെസ്പോൺസിബിലിറ്റി, വീട്ടിലെ ഉത്തരവാദിത്വം കൂടാതെ അവര് ജോലിയിലും മുന്നോട്ട് പോകുന്നത് കാരണം ഒരു കുടുംബം നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവരും കഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെയുള്ളപ്പം അവർ മിക്കവാറും ഒരു പ്രഗ്നൻസി, ഒരു മാരേജ് എന്ന് പറയുന്നത് തന്നെ കുറേ ഡിലേഡ് ആകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഡിലേഡ് മാരേജ് വരുന്നതുകൊണ്ട് പ്രഗ്നൻസിയും ഡിലേഡ് ആകുന്നുണ്ട്. പ്രഗ്നൻസിയിൽ ഇൻഫെർട്ടിലിറ്റി, അതായത് കുട്ടികൾ ഉണ്ടാകാത്ത അവസ്ഥ, അതും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഒരു കുഞ്ഞിനെ കിട്ടുക എന്ന് പറയുന്നതാണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്. അപ്പം ഈ പ്രഗ്നൻസി വളരെ ഈസി ആയിട്ടാണ് എന്നുള്ളത് കമന്റ്സ് ഒക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. പ്രഗ്നൻസിയും ഡെലിവറിയും ഒക്കെ വളരെ ഈസി ആണെന്നും പറഞ്ഞാണ് വരുന്നത് സോഷ്യൽ മീഡിയയിൽ. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ ഡിഫിക്കൽട്ടീസ് എന്താണ് അവര് അതിൽ കൂടെ പോകുമ്പോൾ അവർ അനുഭവിക്കുന്ന എന്നുള്ളത് അറിയത്തുള്ളൂ. അല്ലാതെ നമുക്ക് വെറുതെ കമന്റ് പറയാൻ വളരെ എളുപ്പമാണ്. അതൊന്നും വായിച്ചോ കേട്ടോ നിങ്ങൾ അതിലോട്ടൊന്നും വീഴരുത്. ഒരു പ്രഗ്നൻസി, ഒരു ഹെൽത്തി ആയിട്ടുള്ള ബേബിയെ ഡെലിവറി ചെയ്യാന്ന് പറയുന്നത് നല്ല കഷ്ടപ്പാടുള്ളത് തന്നെയാണ്. അത് ഒരുപാട് സപ്പോർട്ട് വേണം അമ്മയ്ക്ക്. ഹസ്ബൻഡിൽ നിന്നും സപ്പോർട്ട് വേണം, ഫാമിലിയുടെ സപ്പോർട്ട് വേണം, മൂത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരിൽ നിന്നും സപ്പോർട്ട് വേണം. അപ്പം ഏറ്റവും കൂടുതൽ സ്നേഹവും സപ്പോർട്ടും വേണ്ട ഒരു പീരിയഡ് ആണ് പ്രഗ്നൻസി. ആ അമ്മ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, പ്രഗ്നൻസിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ ഡെലിവറിയും നല്ല ഈസി ആയിട്ട് നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ സ്ട്രെസ് ഫാക്ടർ കൊണ്ട് അമ്മ ഒരുപാട് കോംപ്ലിക്കേഷൻസിലൂടെ കടന്നു പോകേണ്ടി വരും. ഇപ്പം ബി പി വരാൻ സാധ്യതയുള്ള അമ്മമാരാണെങ്കിൽ അവർക്ക് ഈ സ്ട്രെസ് അനുഭവിച്ച് ബി പി വരാറുണ്ട്, ബി പിയുടെ കോംപ്ലിക്കേഷൻസ് വരാറുണ്ട്. അത് കുഞ്ഞിന്റെ സർക്കുലേഷനെ ബാധിക്കാറുണ്ട്. അങ്ങനെയുള്ളപ്പം ചിലപ്പം മാസം തികയാതെ
ഡെലിവറി നടത്തേണ്ടി വരും. പ്രിമച്വർ ബേബിയെ എടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ദൗത്യമാണ്. നിയോനെറ്റോളജി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ കൂടെ അവരെ ഇൻക്യുബേറ്ററിലൊക്കെ കിടത്തി അവരെ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്ത് അവരുടെ ആ ഗ്രോത്ത് പീരീഡ് കംപ്ലീറ്റ് ആകുന്നവരെ അവിടെ വെച്ച് ഇൻഫെക്ഷൻ ഒന്നും വരാതെ അവർക്ക് ശ്വാസതടസ്സമൊന്നും വരാതെ നോക്കി അവരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഈസി അല്ല. അതുകൊണ്ട് കഴിവതും അതും ചെലവും വളരെ വലിയ ചെലവേറിയ ഒരു സംഗതിയാണ് ഈ പ്രിമച്വർ ബേബീസിനെ നമ്മൾ ഈ രക്ഷിച്ചെടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് ഹോൾ ഫാമിലിയുടെ സപ്പോർട്ട്, ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതെല്ലാവരും മനസ്സിലാക്കുക. കുഞ്ഞുങ്ങൾ എപ്പോഴും അമ്മമാരെ അങ്ങേയറ്റം റെസ്പെക്ട് ചെയ്യുക. അവരെ കാണുന്ന ദൈവത്തെ കാണുന്നതിന് തുല്യമായിട്ട് കാണുക, അനുസരിക്കുക. അങ്ങനെ ഉള്ള ഫാമിലിയിൽ മാത്രമേ എല്ലാം സ്മൂത്ത് ആയിട്ട് പോവുകയുള്ളൂ. അപ്പം അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് മെന്റലി ഫിസിക്കലി ഹെൽത്തി ആയിട്ട് വരികയുള്ളൂ. അല്ലെങ്കിൽ ഈ അമ്മ അനുഭവിക്കുന്ന സ്ട്രെസ് എല്ലാം കുഞ്ഞും അനുഭവിക്കും. എന്താ വെച്ചാൽ അമ്മയുടെ ഉള്ളിലല്ലേ കുഞ്ഞു കിടക്കുന്നത്. ഈ 9 മാസവും 7 ദിവസവും ആണ് പ്രഗ്നൻസി പീരീഡ്. ഈ പീരീഡിൽ അമ്മയുടെ ഉള്ളിലല്ലേ കുഞ്ഞു കിടക്കുന്നത്. അമ്മ അനുഭവിക്കുന്ന സ്ട്രെസ്സും വേദനയും എല്ലാം ഈ കുഞ്ഞിനും കൂടെ കിട്ടും. അത് പലതരത്തിലാകും. അപ്പം പല അമ്മമാരും ഇങ്ങനെ സ്ട്രെസ് അനുഭവിച്ചിട്ട് അബോർഷൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ BP കൂടാറുണ്ട്. ഷുഗർ വരാൻ സാധ്യതയുള്ള അമ്മമാരാണെങ്കിൽ അവരുടെ ഷുഗർ ക്രമാതീതമായിട്ട് ഉയരാറുണ്ട്. ഷുഗർ കൂടിയാൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് കുഞ്ഞിനുണ്ടാവാറുണ്ട്. അങ്ങനെ പല 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 പ്രശ്നങ്ങൾ ഒന്നിന്റെ പുറകെ പ്രശ്നങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടും. അതുകൊണ്ട് ഒരു സ്ത്രീ ത്രൂ ഔട്ട് പ്രഗ്നൻസി ഹാപ്പി ആയിട്ടിരിക്കാൻ ഹോൾ ഫാമിലി ശ്രമിക്കണം. വീട്ടിലെ അമ്മമാരും അച്ഛനും ഇൻലോസും ഹസ്ബൻഡ് പ്രത്യേകിച്ചും സപ്പോർട്ടീവ് ആയിരിക്കണം. ഇപ്പൊ നമ്മുടെ നാടുകളിലും ഡെലിവറി സമയത്ത് ഞങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ ഇപ്പൊ ഹസ്ബൻഡിനെയും കൂടെ കയറ്റുന്നുണ്ട് ലേബർ റൂമില്. അങ്ങനെയാകുമ്പോ അമ്മയ്ക്ക് നല്ലൊരു സപ്പോർട്ടാ, ആ സ്ത്രീക്ക് നല്ലൊരു സപ്പോർട്ടാ ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ, ഒരു ധൈര്യമാണ്. പിന്നെ ഹസ്ബൻഡും മനസ്സിലാക്കും എന്തെല്ലാം വിഷമതയോട് കൂടിയാണ് ഈ പ്രസവം എന്ന് പറയുന്നത് എന്തുവാണെന്നും എന്ത് ഡിഫിക്കൽട്ടിയിൽ കൂടിയാണ് പ്രസവ വേദന അനുഭവിച്ച് ഈ കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവരുന്നതെന്നും ഹസ്ബൻഡിനും മനസ്സിലാകും. അത് ഒരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നു. ഹസ്ബൻഡിനും കൂടെ ലേബർ റൂമിൽ കാണണം. അമ്മയുടെ സ്ട്രെസ്സും അമ്മയുടെ പെയിനും അമ്മയുടെ ഡിഫിക്കൽട്ടിയും എല്ലാം ഷെയർ ചെയ്യാൻ അവരും റെഡി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും വിഷമവും അറിയത്തുള്ളൂ. അപ്പം ലേബർ പെയിൻ എന്ന് പറയുന്ന ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു വേദനയാണ്. അത് പക്ഷേ ആ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതോടുകൂടി കുഞ്ഞിന്റെ മുഖം കാണുമ്പോഴത്തേക്കും അതെന്ത് മായ പോലെ ആ വേദന എങ്ങോട്ട് പോയി എന്ന് സ്ത്രീകൾ പറയാറുണ്ട് എന്നോട്. ഡോക്ടറെ, എനിക്കിപ്പോ ഒരു വേദന തോന്നുന്നില്ല, എന്റെ വേദനയെല്ലാം പോയി ഡോക്ടറെ. ഞാൻ പറഞ്ഞു അതാണ് ഇതിന്റെ ഏറ്റവും സന്തോഷം തരുന്ന ഒരു മൊമെന്റ് ആണ്. അപ്പം ആ പെയിനും ആ ഡിഫിക്കൽറ്റിയും നമ്മൾ അണ്ടർഗോ ചെയ്തതെല്ലാം ആ ഒരു കുഞ്ഞിന്റെ മുഖം കാണുമ്പോഴത്തേക്കും എല്ലാം മായയായി. പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് പോലും ഒരു അമ്മ അറിയില്ല, അമ്മയുടെ ആ വിഷമങ്ങളെല്ലാം അതോടുകൂടി. അത് കഴിഞ്ഞാലും തീർന്നില്ല ഈ കുഞ്ഞിന്റെ ഉത്തരവാദിത്തങ്ങൾ. അമ്മയ്ക്ക് ഈ കുഞ്ഞ് വലുതായി സമൂഹത്തിൽ ഒരു നല്ല ഒരു പേഴ്സൺ ആയിട്ട് വളർന്നു വരുന്നവരെ അമ്മയ്ക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കുഞ്ഞിനെ നന്നായിട്ട് വളർത്തിക്കൊണ്ട് വരാനും എല്ലാവരെയും റെസ്പെക്ട് ചെയ്യാനും നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് മുന്നേറാനും ഒക്കെയുള്ള ആ ഒരു രീതിയിൽ വളർത്തിക്കൊണ്ട് വരാനായിട്ട് അമ്മയും അച്ഛനും ടീച്ചേഴ്സും അവർക്കാണ് ഏറ്റവും വലിയ റോൾ ഉള്ളത്. അപ്പൊ സ്വന്തം കാലിൽ നിൽക്കുന്ന പ്രാപ്തിയാകുന്നവരെ അമ്മയുടെ റെസ്പോൺസിബിലിറ്റി തീരുന്നില്ല. അത് കഴിഞ്ഞാലും അമ്മയുടെ റെസ്പോൺസിബിലിറ്റി തീരുന്നില്ല. ഇന്നത്തെ കാലത്ത് ഗ്രാൻഡ് മദറിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ ഗ്രാൻഡ് ചിൽഡ്രനെ വളർത്തുക, അവരെ നോക്കുക എന്നൊക്കെ ഉള്ളത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അതുകൊണ്ട് അതെല്ലാം സന്തോഷമായിട്ടുള്ളതാണ് കുടുംബത്തിൽ സന്തോഷം ഉണ്ടെങ്കിൽ.
എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും വേണം. ആ സ്നേഹമാണ് അവിടെ മുൻപിൽ നിൽക്കേണ്ടത്. കരുതലും സ്നേഹവുമാണ് ഏറ്റവും മുൻപിൽ നിൽക്കേണ്ടത്. ഇതുണ്ടെങ്കിൽ ഒരമ്മ ഈസി ആയിട്ട് ഗർഭകാലം തരണം ചെയ്തു പോകും. പ്രസവവും സുഖമായിരിക്കും. അത് കഴിഞ്ഞാലും അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടതാണ്. ഒരു കുഞ്ഞിനെ മുന്നോട്ട് വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ നല്ല സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ട് ആവശ്യമാണ്. അത് അത് ഇപ്പൊ മുതിർന്ന കുട്ടികളാണ്, രണ്ടാമത്തെ പ്രഗ്നൻസി ആണെങ്കിൽ മൂത്ത കുട്ടികൾ അമ്മയെ വേണ്ടോളം സഹായിക്കണം. അതിന് അമ്മയ്ക്ക് എപ്പോഴും സപ്പോർട്ടീവ് ആയിരിക്കണം. അതൊക്കെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതുവഴി നിങ്ങളും പഠിക്കും ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ആ കുഞ്ഞ് വളർന്നു വരുന്നത് നിങ്ങൾ കണ്ടുപഠിക്കുക. അതുകൊണ്ട് കുഞ്ഞുങ്ങള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കാണപ്പെടുന്ന അമ്മയെ ഏറ്റവും ദൈവമായിട്ട് കരുതി മുന്നോട്ട് പോവുക. പിന്നെ ഒരു കാരണവശാലും ആണോ പെണ്ണോ എന്നുള്ള വേർതിരിവ് പാടില്ല കുഞ്ഞുങ്ങളോട്. ആണായാൽ എന്താ, പെണ്ണായാൽ എന്താ, എല്ലാവരും ഇന്നത്തെ കാലത്ത് ഈക്വൽ ആയിട്ട് എല്ലാ കാര്യവും ചെയ്തു പോകുന്നു. ഹെൽത്തി ആയിട്ട് ഒരു കുഞ്ഞ് കിട്ടണം എന്ന് മാത്രമേ നമ്മള് ചിന്തിക്കാവൂ. എന്നോട് പലരും വന്ന് ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഇതെന്ത് കുഞ്ഞാ, സെക്സ് പറയാവോ? നമ്മുടെ നാട്ടില് റൂളുണ്ട്, ലോ ഉണ്ട്. ഒരു കാരണവശാലും സെക്സ് പറയാൻ പാടില്ല. എന്താന്ന് വെച്ചാല് പല നോർത്ത് ഇന്ത്യ, വടക്കേ ഇന്ത്യയിലെ പല കുഞ്ഞുങ്ങളുടെ സെക്സ് ഏർലി ആയിട്ട് സെക്സ് അറിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ നശിപ്പിക്കുക പെണ്ണാണെന്ന് അറിഞ്ഞു. അത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കാരണം നമ്മുടെ കൺട്രിയിൽ ഒരു സ്ട്രിക്റ്റ് ലോ കൊണ്ടുവന്നിരിക്കുക. ഒരു കാരണവശാലും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല സ്കാനിലൂടെ അതാണാണെന്നോ പെണ്ണാണോ. ഞാൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയും, ഒരു നല്ല കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി, ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി, പ്രഗ്നൻസി ത്രൂ ഔട്ട് നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഈ അമ്മമാരോട് പറയുന്ന അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പം ഇൻലോസ്, അമ്മമാര്, ഇവരോടൊക്കെ ഞാൻ പറയും, നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാതെ കുഞ്ഞിന്റെ സെക്സ് അറിയാനോ ഒന്നുമല്ല. ആണായാലും പെണ്ണായാലും ഹെൽത്തി ആയിട്ട് കിട്ടിയാൽ മതി. അതിനെ നന്നായിട്ട് വളർത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ അതിന് ഇനി ഉത്തരം പറയാം. ചോദിച്ചോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈനക്കോളജി പരമായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. കാരണം ഇങ്ങനെ കൈ കൊണ്ടും തന്നിരിക്കുക, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ധൈര്യമായിട്ട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ മക്കളെ, നിങ്ങളുടെ അമ്മമാരോട് ചോദിക്കുന്ന പോലെ ചോദിച്ചോളൂ എന്നോട്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്റെ പേര് ജയശ്രീ. മെനോപോസിനെ പറ്റിയൊക്കെ അതിന്റെ ടൈം ഏകദേശം എഴുതിയാണ്. അതിന്റെ നമുക്ക് എന്തൊക്കെയാ സിംറ്റംസ്, ഒരു അങ്ങനെയുള്ളതൊക്കെ ഒന്ന് പറയാമോ? പറയാമല്ലോ. നമ്മുടെ ഇന്ത്യൻ ഇതനുസരിച്ച് 45 ബിറ്റ്വീൻ 45 and 55 ആണ്. ഈ പീരീഡിൽ എപ്പോ വേണമെങ്കിലും മെനോപോസ് വരാം. ഫ്രം 45 to 55 യെസ്. അപ്പൊ സിംറ്റംസ് എന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് ഇറഗുലാരിറ്റി ഇൻ മെൻസ്ട്രൽ സൈക്കിൾസ് ഉണ്ടാകാം. ഇറഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഐദർ ഹെവി മെൻസ്ട്രൽ ബ്ലീഡ് ആകാം, അല്ലെങ്കിൽ സ്കാൻറ്റി ബ്ലീഡ് ആകാം, ഇറഗുലർ സൈക്കിൾസ് ആകാം. ചിലപ്പോൾ 2 മാസം വരാതിരിക്കുക, പിന്നെ വരുമ്പോ ഹെവി ആയിട്ട് വരിക, ഇങ്ങനെയൊക്കെ സൈക്കിൾ ഇറഗുലാരിറ്റി ഉണ്ടാകും. പക്ഷേ സൈക്കിൾ ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ യു ഷുഡ് കൺസൾട്ട് എ ഗൈനക്കോളജിസ്റ്റ്. എന്താന്ന് വെച്ചാല് നമ്മൾക്ക് സ്ക്രീൻ ചെയ്യണം. ഈസ് ഇറ്റ് ഡ്യൂ ടു ഹോർമോണൽ ഡെഫിഷ്യൻസി ഓർ അത് ഡെഫിഷ്യൻസി കൊണ്ടാണോ അതോ മെനോപോസ് എടുക്കുന്നതുകൊണ്ടാണോ എന്നറിയണമെങ്കിൽ നമുക്കൊരു ബേസിക് സ്കാൻ വേണം. പിന്നെ സ്കാനില് യൂട്രസിന്റെ ഇന്നർ ലെയറിന്റെ തിക്നെസ് പ്രത്യേകിച്ച് നോക്കണം. ഇന്നർ ലെയർ തിക്കൻഡ് ആണെങ്കിൽ ചിലപ്പോൾ അത് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇന്നർ ലെയർ ഒന്ന് എടുത്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ അയക്കേണ്ടി വരും. അത് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ മാലിഗ്നൻസിക്ക് സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് റൂൾ ഔട്ട് ചെയ്യാനാണ്.
പലരും ഞാൻ കാണുന്നത് ഇറഗുലർ ബ്ലീഡിങ്ങും ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ്ങും. അപ്പം റിലേറ്റീവ്സ് ഒക്കെ പറയും നിൽക്കാൻ അടുത്ത സമയം, അതുകൊണ്ട് ആശുപത്രിയിലൊന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. അതൊരു സൈനാണ്, ഒരു സിംറ്റം ആണ് ടു റൂൾ ഔട്ട് ഫ്യൂച്ചർ പ്രോബ്ലംസ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആ സമയത്ത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ചിലപ്പോൾ ഒരു ഹോർമോൺ സ്റ്റഡി ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒരു സ്കാൻ ചെയ്യണം. മിനിമം ഒരു സ്കാൻ ചെയ്ത് നോക്കണം യൂട്രസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അത് നമുക്ക് ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും സൈൻ അവിടെ കാണിക്കുന്നുണ്ടോ, അതോ ഈസ് ഇറ്റ് പ്യുവർലി ഡ്യൂ ടു മെനോപോസ്, നിയറിംഗ് മെനോപോസ്. അതാണ്. പിന്നെ ആ സിംറ്റംസ് എന്താന്ന് വെച്ചാൽ ഇറഗുലാരിറ്റി കൂടാതെ ഹോട്ട് ഫ്ലഷസ് വരാം, പെട്ടെന്ന് ഉഷ്ണിക്കാം. നല്ല തണുത്ത സമയത്തും നമുക്ക് പെട്ടെന്ന് വിയർക്കുന്ന പോലെ തോന്നാം. തലതൊട്ട് പാദം വരെ ഒരു ചൂട് നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്ന പോലെ തോന്നാം. അതിനെ തുടർന്ന് നമ്മൾ വിയർക്കാം എക്സസീവായിട്ട്. മൂഡ് ഫ്ലക്ച്വേഷൻ വരാം, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് വരാം. പിന്നെ നമ്മൾ വർക്കിംഗ് വുമൺ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വർക്കിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം വരാം. പക്ഷെ ഇതെല്ലാം നമുക്ക് തരണം ചെയ്യാൻ പറ്റും. ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വേണ്ട മെഡിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഈ പ്രീമെൻസ്ട്രൽ പ്രീ മെനോപോസൽ സിംറ്റംസ് എല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റില്ല, പക്ഷെ കുറയ്ക്കാൻ പറ്റും ട്രീറ്റ്മെന്റ് വഴി. ചോദിച്ചോ മോളെ, ഇനി എന്താ ചോദിക്കാൻ? മോക്ക് എത്ര കുട്ടികളാ? എനിക്ക് 2 മക്കള്. നോർമൽ ഡെലിവറി ആയിരുന്നോ? 2 നോർമൽ ഡെലിവറി ആയിരുന്നു. നോർമൽ ഡെലിവറി. അപ്പൊ മോക്ക് അറിയാമല്ലോ, ടു ഗോ ത്രൂ പ്രഗ്നൻസി ഇറ്റ്സ് നോട്ട് ഈസി ജോക്ക് അല്ലേ? എന്തുമാത്രം വിഷമിച്ച് ആണ് നമ്മൾ മുന്നോട്ട്. ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ അതൊരു വലിയ എന്താ പറയുന്ന ക്രിറ്റിസിസം കാണുന്നു. പ്രഗ്നൻസി ഡെലിവറി എന്ന് പറയുന്ന ഒന്നും വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒന്നും അല്ല. അതെല്ലാം ഡോക്ടേഴ്സ് പറഞ്ഞ് പേടിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത് അനുഭവിച്ചവരല്ല പറയുന്നത്, അല്ലാത്തവരാണ് പറയുന്നത്. എനിക്ക് നോർമൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ഡെലിവറി എന്റെ 23 ഏജിലും സെക്കൻഡ് ഡെലിവറി ഒരു 32, 31 ഏജ് ആയപ്പോഴായിരുന്നു. നല്ല ഗ്യാപ്പ്. നല്ല ഗ്യാപ്പ് ഉണ്ട്. സെക്കൻഡ് ഡെലിവറിക്ക് ഫ്ലൂയിഡ് മൊത്തം പോയി 2 ദിവസത്തോളം നോർമൽ ആവുമെന്ന് നോക്കി. ഫ്ലൂയിഡ് മുഴുവൻ പോയി. പിന്നെ ഡോക്ടർ എന്റെ വയറിന്റെ മേളിൽ കയറുന്ന പുഷ് ചെയ്താണ് കുഞ്ഞിനെ പുറത്തോട്ട് എടുത്തത്. നല്ലപോലെ ഒരു സ്ട്രഗിൾ ആയിരുന്നു. ഡോക്ടർക്കും സ്ട്രഗിൾ ആയിരുന്നു, മോക്കും സ്ട്രഗിൾ ആയിരുന്നു അല്ലേ? എന്തുമാത്രം സ്ട്രെസ് അനുഭവിച്ചു കാണണം. അപ്പം പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ കുഞ്ഞിനെ നമ്മളെ അടുത്തോട്ട് കൊണ്ടുവന്ന് ഉമ്മയൊക്കെ കൊടുക്കുമ്പോൾ നമ്മളത് മറന്നു പോകും. അതുവരെയുള്ളതൊക്കെ എല്ലാം മറന്നു. അതാണ് ഇതിന്റെ മാജിക്. അതാണ് അതൊക്കെ വന്ന് ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ സർവ്വതും അതാണ് ദൈവം തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റ്. ബെഡ് റെസ്റ്റ് പറയുന്ന ആ ഒരു വിഷമേ ഉള്ളൂ. ഫുൾ ടൈം കിടക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ നമുക്കത് കൂളായിട്ട് അതുവരെയുള്ള സ്ട്രഗിൾ ഒക്കെ മറന്നു പോകും. അതെ അതെ അതെ. എന്താ മോള് ബെഡ് റെസ്റ്റ് എടുക്കാൻ കാരണം? നാട്ടിൻപുറത്ത് പറയുമല്ലോ 2 മാസം 30 ദിവസമെങ്കിലും കിടക്കണം, അങ്ങനെ ബലം പിടിച്ച് കിടക്കണം, അല്ലെങ്കിൽ നടുവിന് കേടാണെന്ന്. അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ സ്ട്രിക്റ്റ് റെസ്റ്റ് ആവശ്യമില്ല. കുറച്ച് മൊബിലിറ്റി വേണം. അല്ലെങ്കിൽ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഉണ്ടാവും. കാലിന് വെയിനകത്ത് ബ്ലഡ് ക്ലോട്ട് ആകും. അത് വളരെ ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. പണ്ട് ഇങ്ങനെ ഒരു അഡ്വൈസ് വന്നോണ്ടിരുന്ന എന്താന്ന് വെച്ചാൽ ഹോം ഡെലിവറീസ് ആയിരുന്നു കൂടുതലും. അന്ന് ഈ സ്റ്റിച്ച് ഒന്നും ഇടുകയില്ല മോളെ. ഡെലിവറി വരുമ്പോ അവിടെ ടയർ ഉണ്ടാകുമല്ലോ, സ്റ്റിച്ച് ഒന്നും ഇടുകയില്ല. എന്നാ അതൊന്നും ഹോം ഡെലിവറി ആയതുകൊണ്ട് അതിനുള്ള സൗകര്യമോ അതിനുള്ള അറിവോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എണീറ്റ് മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ സ്റ്റിച്ച് കൂടുകയില്ല, അപ്രോക്സിമേഷൻ ഉണ്ടാകുകയില്ല. അതുകൊണ്ടാ ഒരു കാലിന്റെ പുറത്തൊരു കാല് വെച്ച് നീണ്ടു നിവർന്ന് കിടക്കണം എന്ന് പറയുന്നത്. ആ ഹീലിംഗ് പ്രോസസ്സിന് വേണ്ടിയാ. ഇന്ന് അതിന്റെ ആവശ്യമില്ല. ഇന്ന് ഹോസ്പിറ്റൽ ഡെലിവറിയാണ് മിക്കതും. ഡെലിവറി കഴിഞ്ഞാൽ എപ്പിസിയോട്ടമി എന്ന് പറയുന്ന അത് മുഴുവൻ ക്ലോസ് ചെയ്യും. ആ ടയർ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യും. പ്രോപ്പറായിട്ട് 3 ലെയർഡ് ആയിട്ട് തന്നെ സൂച്ചർ ചെയ്യും. അപ്പൊ അങ്ങനെ സ്ട്രിക്റ്റ് ബെഡ് റെസ്റ്റ് ആവശ്യമില്ല. കുറച്ചു നേരം റെസ്റ്റ് ചെയ്യണം. എന്താന്ന് വെച്ചാൽ നമ്മുടെ യൂട്രസ് തിരിച്ച് പഴയ സ്റ്റേജിലാകുന്നവരെ നമുക്ക് ബാക്കിനൊരു സ്ട്രെയിൻ കാണും, ബാക്ക് പെയിനും ബാക്ക് സ്ട്രെയിനും കാണും. അതിനൊരു റെസ്റ്റ് പീരീഡ് വേണം. അത് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 1 മണിക്കൂർ, ലഞ്ച് കഴിഞ്ഞ് 2 hours, നേരത്തെ ഏർലി ഡിന്നർ,
ഗോ ടു ബെഡ് ഏർലി എന്നാണ് പറയുന്നത്. ഈ സമയത്തൊക്കെ മൂവ് അബൌട്ട് ചെയ്യാം. വെള്ളം ധാരാളം കുടിക്കണം. ഇപ്പം വെള്ളവും കൊടുക്കുകയല്ല അമ്മമാര്. പണ്ടത്തെ കാലത്ത് വെള്ളം റെസ്ട്രിക്ട് ചെയ്യും. എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ഇതുകൊണ്ടാ. എഴുന്നേറ്റ് മൂത്രം ഒഴിക്കണ്ടേ വെള്ളം കുടിച്ചാൽ. എഴുന്നേറ്റ് പോയി മൂത്രം ഒഴിക്കേണ്ടി വരുമ്പോഴത്തേക്കും പിന്നെ ആ അപ്രോക്സിമേഷൻ ഉണ്ടാകുകയില്ലല്ലോ. ഞാനൊരു ആയുർവേദ ഡോക്ടറോട് ചോദിച്ചപ്പോഴാണ് എനിക്കിതെല്ലാം ഞാൻ ഓർക്കും, എന്താ ഇങ്ങനെ ഒരു ഒരു ഇത് കണ്ടീഷൻ വന്നത് നമ്മുടെ ആൾക്കാർ പറയാനിടയായതെന്ന്. അപ്പോഴും ഡോക്ടറാ പറഞ്ഞ ഇതാണ് പ്രധാന കാരണം. ഇന്നത്തെ കാലഘട്ടത്തിന് പറ്റിയതല്ല ഈ അഡ്വൈസസ് ഒന്നും. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് വെള്ളം കൊടുക്കാതെ വന്നു കഴിഞ്ഞാല് ഈവൻ ബ്രെയിനിനകത്ത് വെയിനിൽ ക്ലോട്ട് ഉണ്ടാകുക, സെറിബ്രൽ വീനസ് ത്രോംബോസിസ് എന്ന് പറയും. അത് വളരെ ക്രിട്ടിക്കൽ, ഈവൻ ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ ഡെത്ത്. അതുകൊണ്ട് വെള്ളം ധാരാളം കൊടുക്കണം. ഈ വെള്ളം കുടിച്ചില്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ വരാം. ഈ സെറിബ്രൽ CVT എന്ന് പറയുന്ന കണ്ടീഷൻ, സെറിബ്രൽ വീനസ് ത്രോംബോസിസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഡേഞ്ചറസ് കണ്ടീഷൻ. പണ്ടൊക്കെ ഡെലിവറി കഴിഞ്ഞു മരിച്ചു, അതിനൊന്നും ഒരു കാര്യം എന്തോ ഡിഫിക്കൽട്ട് ആയിരുന്നു, മരണപ്പെട്ടു എന്നുള്ളത്. നമ്മൾ അത് എന്താണ് റീസൺ എന്ന് തേടി പോകുമ്പോഴാണ് ഓരോന്നും നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് മോൾക്കറിയാവുന്നവരോടൊക്കെ പറഞ്ഞു കൊടുക്കുക, വെള്ളം കുടിക്കണം, റെസ്റ്റ് എടുക്കണം. പക്ഷെ ഫുൾ ടൈം ബെഡ് റെസ്റ്റ് അല്ല. യു ക്യാൻ മൂവ് അബൌട്ട്, റൊട്ടീൻ ആക്ടിവിറ്റീസ് എല്ലാം ആകാം. പിന്നെ മോക്ക് എന്താ ഞാനൊരു സംശയം പറയട്ടെ, ഞാനൊരു ഡൗട്ട് പറയുക. നമ്മളുടെ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ മിക്കവാറും എല്ലാവരുടെയും മക്കള് ടീനേജിലുള്ളവരാണ്. അവർക്ക് മെൻസസ് അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ചോ മെൻസ്ട്രൽ ഹൈജീനെ കുറിച്ചോ അറിവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ പോകുന്നു എന്നുള്ള അതൊന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അമ്മമാർക്കും ശ്രദ്ധിക്കാം, മക്കൾക്കും ശ്രദ്ധിക്കാം. ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്വന്തം ജീവിതത്തിൽ ഏറ്റവും ഗുണകരമായിരിക്കും. ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകാതെ. ഈ മെനാർക്കി എന്ന് പറയുന്നത്, അതായത് ആദ്യത്തെ മെൻസ്ട്രേഷൻ ഉണ്ടാകുക, അത് ഇപ്പം വളരെ ഏർലി ആയിട്ട് കണ്ടുവരുന്നുണ്ട്. പണ്ട് കാലത്ത് ഒരു 14 വയസ്സിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന സംഭവം ഇപ്പൊ 10 വയസ്സ് 9 വയസ്സിൽ വരെ കുഞ്ഞുങ്ങള് ഫസ്റ്റ് മെൻസ്ട്രേഷൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് അവർ ഇമ്മച്ചുവർ ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ്. ആ സമയത്ത് അവര് ശുചിത്വം പാലിക്കണം. പിന്നെ അമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം, കുഞ്ഞുങ്ങൾ ആ പീരീഡിൽ ഇൻഫെക്ഷൻ ഒന്നും വരാതെ നോക്കണം. കൂടുതലായിട്ട് എക്സസീവായിട്ട് ബ്ലീഡ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എത്ര ദിവസം നിൽക്കുന്നു എന്നുള്ളത്. അമ്മ എപ്പോഴും ഒരു മെൻസ്ട്രൽ കാലണ്ടർ മെയിൻറ്റെയിൻ ചെയ്യണം. കുട്ടിക്ക് എന്നാണ് പീരീഡ് വന്നതെന്നും എത്ര ദിവസം നിൽക്കുന്നെന്നും അമ്മ പ്രത്യേകം ശ്രദ്ധിച്ച് അത് നോട്ട് ചെയ്യണം.